കേക്കത്തില്ല. വലിയവനായ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വചനധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെയും 8ാമത്തെ ദിവസം രാത്രിയിലെത്തി. കഴിഞ്ഞ 15 സെഷനുകളിലെയും സന്ദേശങ്ങൾ നമ്മൾ ഡിസ്കഷൻ ചെയ്തു വന്ന വചനഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെ പ്രയോജനമായിരുന്നു എന്ന് എനിക്ക് അറിയാനിടയാകുന്നതിൽ വളരെ സന്തോഷം. പലരുടെയും ഓഡിയോ ക്ലിപ്പുകൾ എനിക്ക് നേരിട്ട് അയക്കുന്നുണ്ട്. വളരെ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ലഭിച്ചൊരു മഹാഭാഗ്യം. എൻ്റെ ജീവിതത്തെ തിരുത്താൻ കഴിഞ്ഞു, എൻ്റെ ഫാമിലി ലൈഫ് തിരുത്താൻ കഴിഞ്ഞു, എൻ്റെ ജോലി സ്ഥലത്ത് പല ക്രമീകരണങ്ങൾ എനിക്ക് വരുത്താൻ കഴിഞ്ഞു, എൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു. അങ്ങനെ പലരുടെയും സന്ദേശങ്ങൾ ഞാൻ ക്രോഡീകരിച്ച് ഒറ്റ സന്ദേശത്തിൽ പറയുകയാണ്. ഒരു ഡിസിപ്ലിനായി മാറാൻ കഴിഞ്ഞു എന്നൊക്കെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുകയും ഷാർപ്പ് ചെയ്യുകയും അത് കൂടുതൽ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. വീഡിയോ ഓൺ ചെയ്യാനായിട്ട് എത്ര പേർക്കെല്ലാം കഴിയുമോ അത്രയും പേർക്ക് ചെയ്യാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. നാം ധ്യാനിച്ചു വന്ന ഭാഗങ്ങൾ നെഹമ്യാവ് എന്ന പുസ്തകത്തിൽ നിന്ന് ആയിരുന്നല്ലോ. അതിൻ്റെ പുതുതായിട്ട് പ്രവേശിച്ചവരെയും ഞാൻ സ്പെഷ്യലി ഗ്രീറ്റ് ചെയ്യുന്നു. നിങ്ങളെ കണ്ടിന്യൂ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ആക്ച്വലി ഇത് തിയോളജിക്കൽ സെമിനാരിയുടെ എക്സ്റ്റൻഷൻ വിഭാഗമായ ഗ്രേറ്റ് വിഷൻ നടത്തുന്ന ഓൺലൈൻ സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ദൈവത്തിൻ്റെ വചനം കേട്ട് അതിനാൽ ആത്മീയ വളർച്ച പ്രാപിപ്പാനും വിശേഷാൽ ജോലിയോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽ ആളുകളെ ക്രിസ്തീയ ശുശ്രൂഷയിൽ എക്യുപ്പൈ ചെയ്യുക എന്നുള്ള വിഷനോടുകൂടി 7 വർഷത്തിന് മുമ്പ് കർത്താവ് എനിക്ക് നൽകിയ ഒരു വിഷനാണ് ഈ ഓൺലൈൻ സെമിനാരി പ്രോഗ്രാം. കഴിഞ്ഞ ഈ വർഷം 12 രാജ്യത്തിൽ നിന്ന് 24ഓളം ആളുകൾ, വളരെ ഹൈ പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം വന്ന് അവരുടെ ആയിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഓൺലൈനായി ദൈവനം പഠിച്ച് കർത്താവിൻ്റെ ദാസിമാരായി ജോലിയോടൊപ്പം പോളൈൻ തോട്ട് പോലെ ടെൻ മേക്കേഴ്സായിട്ട് കൂടാരപ്പനിയോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഈ പ്രൊഫഷണൽ ആളുകളെ ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ഞാൻ പ്രൊഫഷണൽ അല്ലായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഞാനൊരു മിഷണറി ആയിട്ട് തന്നെയാണ് ലാസ്റ്റ് 40 years ആയി കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ബട്ട് പ്രൊഫഷണൽ ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യേണ്ടതിന് വേണ്ടി വല്യപ്പച്ചനായതിനു ശേഷവും പഠിക്കാനായിട്ട് പോകാനായിട്ട് കോളേജിൽ അവസരം കിട്ടി. പഠിക്കാൻ പോയി. എന്നോടൊരാൾ ചോദിച്ചു, സാറ് അമേരിക്കൻ മെഡിക്കൽ എക്സാം ഒക്കെ പാസ്സായെന്ന് കേട്ട്, സത്യമാണോ? നമുക്ക് വ്യാജവും പോഷകമൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്നൊക്കെ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ, നമുക്ക് എക്സാം പാസ്സായണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് നമ്മളോളം വിലയുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ക്രിസ്തീയ ശുശ്രൂഷയിൽ അഭിനയങ്ങളില്ല. എന്താണോ നമ്മുടെ ഉള്ളം അത് മാത്രമേ നമ്മുടെ പുറമേ ആകാവൂ. കാരണം യേശുവിനെ അനുഗമിക്കുന്നവർക്ക് യേശുവിൻ്റെ ക്യാരക്ടർ മാത്രമേ ഉണ്ടാകാവൂ എന്ന് നിർബന്ധമുണ്ട്. സോ ലെറ്റ് us കം ബാക്ക്. നമുക്ക് തിരിച്ചു വരാം. അതിൻ്റെ കുറിവാക്യമായി നാം ഈ വചനധ്യാനത്തിൻ്റെ 40 ദിനങ്ങളിലേക്ക്, ദിനരാത്രങ്ങളിൽ നാം ദൈവത്തിൽ നിന്ന് നിയോഗമായി ലഭിച്ച ആപ്തവാക്യം 2:20 ആയിരുന്നു. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഈ വാക്യം നിങ്ങൾ എല്ലാ ദിവസവും പറയണം, എപ്പോഴും പറയണം. കാര്യം സാധിപ്പിക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. എത്ര ഉറപ്പോടെയാണ് താൻ പറയുന്നത്. തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നീണ്ട 4 മാസത്തെ കരച്ചിൽ, ദുഃഖം, ഉപവാസം, അത് തന്നെ എത്രമാത്രം ദൈവികമായ ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിച്ചു എന്ന് നമുക്ക് ആ കൊട്ടാരത്തിൽ നിന്ന്
ലഭിച്ച സ്വർഗീയ ദർശനത്തിനനുസരിച്ചും താൻ പുറപ്പെട്ടപ്പോൾ തൻ്റെ മേൽ ദൈവം ഭരമേൽപ്പിച്ച ആ മഹാദൗത്യം, തൻ്റെ ജോലി പോകുന്നേ പോട്ടെ, തൻ്റെ ആ ജീവൻ പോകുന്നേ പോട്ടെ, തൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളെയും ലഭിച്ച ദർശനത്തിന് വേണ്ടി യാഗമാകുവാൻ സമർപ്പിച്ചിറങ്ങിയ ആളായിരുന്നു നെഹമ്യാവ്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, അതുകൊണ്ട് അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾ എഴുന്നേറ്റില്ലെങ്കിൽ ആരാണ് പണിയേണ്ടത്? നിങ്ങൾ എഴുന്നേറ്റില്ലെങ്കിൽ ദൈവം നിങ്ങളെ ഉണർത്തിയെങ്കിൽ നിങ്ങൾ ഉണരണം. ദൈവം ഉണർത്തിയവർ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഉണർവുണ്ടാകുകയുള്ളൂ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. 10,000-കണക്കിന് കൂടിവരവുകൾ ഇന്ന് ലോകത്തിലുണ്ട്. ആധുനിക സംവിധാനങ്ങളുടെ എല്ലാ സെറ്റപ്പുകളും ഇന്ന് മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. അങ്ങനെ തന്നെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. ടെക്നോളജി ഒന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ടെക്നോളജി ഉള്ളത് കൊണ്ടല്ലേ നാം ഇതുവഴി ഇപ്പോൾ കണ്ട് ഈ കൂട്ടായ്മ ആചരിക്കാൻ പറ്റിയത്. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ നല്ലതാ. ഓടയിൽ കിടക്കുന്നത് പന്നി നായ്ക്കളും മാത്രമേ പോവുകയുള്ളൂ. മാർക്കറ്റിൽ ദുർഗന്ധമാണെങ്കിലും ടേബിളിൽ വെച്ചിരിക്കുന്നത് എടുത്തുകൊണ്ട് വരുന്നത് പോലെ, നല്ലത് എടുത്തുകൊണ്ട് വരുന്നത് പോലെ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാഴ്ചപ്പാടുള്ളവർ നല്ലത് എടുത്തുകൊണ്ട് പോകും, കാഴ്ചയില്ലാത്തവർ എല്ലായിടവും മെയ്യും എന്നാണ് ഞാൻ പറഞ്ഞു വന്നിട്ട് താല്പര്യം. ഓക്കെ, അപ്പോൾ ദർശനം പ്രാപിച്ച നെഹമ്യാവ് ദൈവാത്മാവിന്റെ നിയോഗത്താൽ താൻ യെരൂശലേമിലേക്ക് പോയി 34-ൽ പരം ഇടിവുകളെ താൻ കണ്ടറിഞ്ഞ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആ മതിലിന്റെ വണ്ണവും ഉയരവും അതിന്റെ ചുറ്റളവും അതിന്റെ കവാടങ്ങളെ കുറിച്ചും പ്രധാന വാതിലുകളെ കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാണ്. ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു പുതിയത് പണിയാനല്ല തൻ്റെ മേലുണ്ടായ വിളി. എവരിവൺ ഈസ് ഹാപ്പി ടു ബിൽഡ് എ ന്യൂ തിങ്സ്. പക്ഷേ പഴയത് റീബിൽഡ് ചെയ്യുവാൻ, പുനഃപ്പണി ചെയ്യുവാനായിട്ടുള്ള കോളിംഗ് ആണ് അദ്ദേഹത്തിനുണ്ടായത്. ചില സ്ഥലങ്ങളിൽ ചില സഹോദരന്മാരോ സഹോദരിമാരോ ഒക്കെ കാണും, ദൈവത്തിന്റെ സ്വഭാവമുള്ള, നല്ല താഴ്മയുള്ള, നല്ല വിനയമുള്ള, നല്ല സൗമ്യതയുമുള്ള, തികഞ്ഞ ദൈവസ്നേഹമുള്ള ചില ആളുകൾ ചില ചർച്ചയിൽ കാണും. അവരെന്നാ ചെയ്യുമെന്നറിയാമോ? തമ്മിൽ കലഹിക്കുന്നവരെ കണ്ടാൽ സ്നേഹത്തോടെ ചെന്ന് അവരെ കൂട്ടിച്ചേർത്ത് സൗമ്യമായ ഭാഷയിൽ അവരെ മനസ്സിലാക്കി കൊടുത്ത്, അവരെ കുറ്റവാളിയായിട്ട് പരസ്യമായി ചിത്രീകരിക്കാതെ രഹസ്യമായി ഒരു മുറിക്കുള്ളിൽ കയറ്റി ക്ഷേമമായി അവരുടെ ചെവിക്ക് ചെവി അറിയാതെ അവരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യും. അതൊരു ദൈവകൃപയാണ്. ഒരുവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ അവനെ സൗമ്യരുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്താൻ കൃപ ലഭിച്ച പല ആളുകളും സഭകളിൽ ഉള്ളത് കൊണ്ടാണ് ആ സഭകൾ നിലനിൽക്കാനിടയായിത്തീരുന്നത്. ചില ആളുകളുണ്ട്, അവർക്ക് പ്രത്യേകതായിട്ട് പുറമേ ഒന്നും കാണത്തില്ല, പക്ഷെ അവർ വെളിപ്പാടിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. എന്തുകൊണ്ടാണ് മനുഷ്യർ റൂട്ട് മാറി ഓടുന്നത്? ചോദ്യമാണ് അല്ലെ? സദൃശ്യവാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്ന 29-ാം അധ്യായം 18-ാം വാക്യം, പ്രോവ്സ് ചാപ്റ്റർ 29 വേഴ്സ് 18 പറയുന്നത്, വെളിപ്പാട് ഇല്ലാത്ത ഇടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം ഒരു വെളിപ്പാടാണ്. എന്താ വെളിപ്പാട്? ആ വെളിപ്പാട് ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള റെവലേഷനാണ്. യേശുക്രിസ്തുവിലുള്ള കാഴ്ചപ്പാടാണ് ക്രിസ്തീയ ജീവിതം. ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതമാ. ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ട് നമ്മുടെ ജീവിതം മാറിയെങ്കിലേ നമ്മുടെ ക്രിസ്തീയ ജീവിതമായി നമ്മുടെ ജീവിതം മാറിയുള്ളൂ. ആ ഒരു, അല്ലെങ്കിൽ നല്ല മുന്തിരിവള്ളിയുടെ ഒരു ബ്രാഞ്ചായി, ഒരു ശാഖയാണ് നമ്മുടെ
ഓരോരുത്തരുടെയും ജീവിതം എന്ന് തിരിച്ചറിയണം. പിതാവായ ദൈവം യെരൂശലേമിൽ സ്വർഗത്തിൽ നിന്ന് നട്ട മുന്തിരിവള്ളിയാണ് ക്രിസ്തു. അതിൽ 12 ശാഖകൾ അപ്പോസ്തലന്മാരായി ഉണ്ടായി. ഒരു ശാഖ ബലം കായ്ക്കാത്തോണ്ട് മുറിച്ചു കളഞ്ഞു അല്ലേ. അത് പിന്നീട് 70 എക്സ്ട്രാ ആഡ് ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആഫ്റ്റർ 40 days അതെ നമ്മൾ കാണുന്നു, അത് 120 പേരായി അത് മാറുന്നു. കാഴ്ചപ്പാട് കിട്ടിയത് പ്രാർത്ഥിക്കാൻ 11 പേരാ. യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോവാതെ എൻ്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരുന്നത് 11 പേര്. അവരെന്തിനാ? കർത്താവ് ലോക സുവിശേഷീകരണം എന്ന ദൗത്യം, ആ വിഷൻ അവർക്ക് കൊടുത്തിട്ടാ പോയത്. പക്ഷെ നിങ്ങള് തനിയെ പോകണ്ട, നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളിനെ ഞാൻ ചെന്നിട്ട് അയക്കാം. കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവ്. നിങ്ങൾ പോകണ്ട, കൊണ്ടുപോക്കോളും. ഹലോ, ശക്തി ലഭിച്ചു കഴിയുമ്പോൾ കർത്താവ് ദിശയും ദിക്ക് വേറിയൊക്കെ പറഞ്ഞു, അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. അപ്പോൾ ആക്കുന്നവരഭിഷേകം അയച്ചു കഴിയുമ്പോൾ നിങ്ങൾ പുറപ്പെടുന്നവരായി മാറും. നിങ്ങളെ ആത്മാവ് കൊണ്ടുപോകും. താങ്ക് യു ജീസസ്. അപ്പൊ നിയോഗം ലഭിച്ച 11 പേര് പ്രാർത്ഥിക്കാനിരുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് 109 പേരും കൂടെ ആ 10 days പ്രയറിൽ അവിടെ കടന്നു വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നോക്കി, ദൈവശബ്ദം കേട്ടവർ, നിയോഗം ലഭിച്ചവർ, ആരെയും പ്രാർത്ഥനയ്ക്കൊന്നും വിളിച്ചില്ല കേട്ടോ. സഹോദരങ്ങളെ, ദർശനമുള്ളവൻ എവിടെ മുട്ടുകുത്തിയാലും ദൈവപ്രവൃത്തി കാണും. ആത്മഭാരമുള്ളവൻ എവിടെ ഇരുന്ന് കരഞ്ഞാലും ആത്മാക്കൾ വിടുവിക്കപ്പെടും. സുവിശേഷാത്മാവുള്ളവൻ അധര എവിടെ തുറന്നാലും പാപികൾ രക്ഷിക്കപ്പെടും. ആ 11 ദിവസത്തെ 11 പേരുടെ 10 ദിവസത്തെ പ്രാർത്ഥന, അത് 120 പേരായി. യേശുവിനെ പ്രസവിച്ച തന്റെ അമ്മയ്ക്കും മനസ്സിലായി, ആത്മാവിനാലാണ് ക്രിസ്തു ഉരുവായതെങ്കിലും ഞാൻ കൃപ ലഭിച്ചവളാണ്. എന്നാൽ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അഭിഷേകം വേണം. അമ്മയും പോയി കാത്തിരുന്നു അഭിഷേകം പ്രാപിക്കാൻ. യേശുവിന്റെ അമ്മയായ മറിയോട് കൂടെ 120 പേർ അവിടെ ഇരുന്ന് നമ്മൾ വായിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ 120 പേരുടെ മേൽ പകർന്ന അഭിഷേകം, സ്തോത്രം, അത് പിന്നത്തേതിൽ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനത്തിലേക്ക് വന്നു. ഉപയോഗിച്ചത് ആരെയാ? യേശുവിനെ തള്ളിപ്പറഞ്ഞവരെ. ഉപയോഗിച്ചത് ആരെയാ? യേശുവിനെ പ്രാഗിയവനെ. ആരെയാ ഉപയോഗിച്ചത്? എനിക്കറിയത്തില്ല യേശുവിനെ, നീ പറയുന്നത് തിരിയുന്നില്ല എന്ന് പറഞ്ഞ ശീമോനെ അല്ലേ. ശരിക്കും ഒരു ബാക്ക് സ്ലൈഡറിനെയാണ് ദൈവം ഉപയോഗിച്ചത്. നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തളച്ചിട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ താഴ്മയോട് വിളിച്ചു പറയാം, യേശുവിന്റെ ഒരൊറ്റ നോട്ടം മതി പിന്മാറ്റക്കാർ കർത്താവിലേക്ക് തിരിച്ചു വരാൻ. തള്ളി പറഞ്ഞപ്പോൾ യേശു ഒന്ന് നോക്കി, ഉടനെ കോഴി കൂകി. താൻ അതിദുഃഖത്തോടെ സൗരങ്ങളെ, ഈ തന്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചതേ ആളുകൾ അറിഞ്ഞുള്ളൂ, മടങ്ങി വന്നത് ആരും അറിഞ്ഞില്ല. തന്റെ അധരത്തിൽ നിന്ന് വീണ പാടില്ലാത്ത വാക്കുകൾ മാത്രമേ ലോകം കേട്ടുള്ളൂ. പക്ഷേ ഒറ്റയ്ക്ക് പോയി മാറത്തടിച്ച് നിലവിളിച്ച് മുറവിളിയോടുകൂടി ദൈവസന്നിധിയിൽ നിലവിളിച്ചവനെ ആരും കണ്ടില്ല. അതേ സഹോദരങ്ങളെ, യേശുവിന്റെ വിളികെട്ട ശീമോൻ, കർത്താവ് പേര് മാറ്റിയിട്ട ശീമോൻ, തന്റെ അമ്മായിയമ്മ യേശു പോയി സൗഖ്യമാക്കി. എന്നിട്ടും തന്നിൽ വലിയ മാറ്റങ്ങളോ ഒന്നും സംഭവിച്ചില്ല. തന്റെ
കൺസെപ്റ്റ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. തനിക്ക് ദുരഭിമാനമുള്ള ആളായിരുന്നു, പൊങ്ങച്ചം പറയുന്ന ആളായിരുന്നു. മാത്യു ചാപ്റ്റർ 26:33. നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മാറിയിട്ടില്ല. ദർശനം നിയോഗം എന്നുള്ള ഭാഗത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വരുന്നുണ്ട്, പറയുകയാണ്. എന്തുകൊണ്ടാണ് പത്രോസിന്റെ വീഴ്ചയ്ക്ക് കാരണം? ഒന്ന്, തന്റെ ദുരഭിമാനമായിരുന്നു വീഴ്ചയ്ക്ക് കാരണം. മാത്യു ചാപ്റ്റർ 26:33. വാക്യങ്ങൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ കുറിച്ചു വയ്ക്കുക. രണ്ടാമത്തെ പ്രത്യേകത തന്റെ സുഖസൗകര്യങ്ങളായിരുന്നു. എന്തായിരുന്നു? തന്റെ സുഖസൗകര്യം. മാത്യു ചാപ്റ്റർ 26:40. തീ കായാൻ പോയി, അവിടെ ഇരുന്നു, അല്ലേ? മൂന്നാമത്തെ തന്റെ വീഴ്ചയുടെ മറ്റൊരു കാരണം തന്റെ റാഷ്നസ് ആയിരുന്നു, അല്ലെങ്കിൽ ലക്കും ലഗാനുമില്ലാത്ത എടുത്തിയാട്ടം. യോഹന്നാൻ 18:10-11 ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു. നാലാമത്തെ തന്റെ ജീവിതത്തിലെ പരാജയത്തിന്റെ ഒരു കാരണം മാത്യു ചാപ്റ്റർ 26:58. ഫോളോയിങ് ആഫ്റ്റർ ഓഫ്, അകലം വിട്ടുള്ള യേശുവിനെ തന്റെ അനുഗമിക്കൽ. അഞ്ചാമത്തെ പ്രത്യേകത യോഹന്നാൻ ചാപ്റ്റർ 18:18. ഈവിൾ അസോസിയേഷൻ, പാടില്ലാത്ത സ്ഥലത്ത് താൻ ഇരുന്നു എന്നുള്ളതാണ്. 18-ാം അധ്യായം 25-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന ഓപ്പൺ ഡിനായൽ, അല്ലെങ്കിൽ പരസ്യമായ യേശുവിനെ തള്ളിപ്പറയുന്നു. ഏഴാമത്തെ പ്രത്യേകത യേശുവിനെ വീണ്ടും നിന്ദിക്കുന്നു, കർത്താവിനെ പരസ്യമായി നിന്ദിക്കുന്നു. മർക്കോസ് 14:70-71. സ്തോത്രം. അപ്പൊ നോക്കുക, തന്റെ ജീവിതത്തിൽ കുറ്റമേ ഉള്ളൂ, കുറവേ ഉള്ളൂ, പോരായ്മകളേ ഉള്ളൂ, ആകായ്മകളേ ഉള്ളൂ. അതിന്റെ മറുസൈഡ് നോക്കിയേ, പേര് പുതിയത് കിട്ടി, അപ്പോസ്തലനായി മാറി, സ്വർഗരാജ്യത്തിന്റെ താക്കോല് കിട്ടി, വെള്ളത്തിന്റെ മീതെ നടന്നു, മറുരൂപമലയിൽ യേശുവിനോട് ഒരുമിച്ച് മാത്രം പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടാണ് കർത്താവ് പോയത്. അപ്പൊ ദൈവത്തിന്റെ തേജസ് കണ്ടു. താൻ പരസ്യമായി ചില ഡിക്ലറേഷൻ ഒക്കെ ചെയ്തു. കർത്താവേ, ആര് തള്ളിയാലും ഞാൻ തള്ളത്തില്ല. സൗരങ്ങളെ, നമ്മുടെ ജഡത്തിൽ നിന്ന് പൊങ്ങുന്ന ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പ്രതികൂലത്തിൽ പിടിച്ചു നിൽപ്പുണ്ടാകില്ല. ആത്മനിയോഗത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എത്ര കൊടുങ്കാറ്റടിച്ചാലും നിങ്ങളെ അവിടെ പിടിച്ചു നിർത്തും. കാരണം നിങ്ങൾ എടുത്ത തീരുമാനവും പ്രതിഷ്ഠയും ആത്മനിയോഗത്തിലാണോ, സമ്മർദ്ദത്തിലാണോ, പരപ്രേരണയിലാണോ എന്ന് നിങ്ങൾ ശോധന ചെയ്യണം. പ്രാർത്ഥനാമുറിയിൽ തനിക്ക് ലഭിച്ച കാഴ്ചപ്പാടായിരുന്നു വീണ് കിടക്കുന്നത് പുനഃപ്പണി നടത്തണം. സൗരങ്ങളെ, ചുറ്റുവട്ടങ്ങളിൽ എത്രയോ തകർന്നവരുണ്ട്, എത്രയോ വീണവരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിൽ അവരൊരു പ്രാർത്ഥനാ വിഷയമാണോ? തകർന്ന ദൈവമക്കളുടെ ജീവിതത്തെ ഒരു പുനഃപ്പണി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇടിവിൽ കയറി മതിൽ കെട്ടാൻ, ഇടിവിൽ നിൽക്കാൻ, നിൽക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? തന്റെ കംഫർട്ട് സോൺ വിട്ടു ദൈവത്തിനടി പോകാൻ അവധിയെടുത്ത് തീരുമാനിച്ചു പോവുകയാണ്. ഈ പല സ്ഥലത്തും മിഷൻ ട്രിപ്പ് എന്ന് പറഞ്ഞ് പല ഇന്റർനാഷണലി നമുക്കറിയാം, പല ചർച്ചകാരും പ്ലാൻ ചെയ്യും. ചർച്ചകാർ ഫണ്ടെല്ലാം റേസ് ചെയ്ത് കുഞ്ഞുങ്ങളെയും ആയിട്ട് പോകും. അവരെന്താ ചെയ്യുന്നത്? ചില ചർച്ചകളിൽ ചെല്ലും, അവര് കാപ്പിയും കുടിച്ച് നൃത്തവും ചവിട്ടി ചർച്ചിന്റെ ഇൻസൈഡിൽ ചില പരിപാടികളൊക്കെ നടത്തി നാട് കണ്ടേച്ച് അവര് തിരിച്ചു വരും. മിഷൻ ട്രിപ്പ് അതല്ല, എന്റർടൈൻമെന്റ് അല്ല മിഷൻ ട്രിപ്പ്, ഗോസ്പൽ ടൂർ അല്ല സഹോദരങ്ങളെ മിഷൻ ട്രിപ്പ്. യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലത്ത് പോയി നിങ്ങൾക്കൊരു മുറിയെടുത്ത് ഒരാഴ്ച ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? വാഹനമില്ലാതെ കാൽനടയായി യാത്ര ചെയ്യുന്ന സുവിശേഷകരോട് ഒരുമിച്ച് പോയി ആ ഗ്രാമങ്ങളിൽ, ആ കുടിലുകളിൽ ഒന്ന് കരയാൻ നിങ്ങൾക്ക് കഴിയുമോ? സുവിശേഷം എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളിലും പട്ടണങ്ങളിലും സഞ്ചരിച്ച് കർത്താവിന് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി, ആ രാജ്യത്തിന് വേണ്ടി, അവിടെ സുവിശേഷത്തിന് വാതിൽ തുറക്കേണ്ടതിന് വേണ്ടി കരയാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾക്കൊരു ദർശനം ഉണ്ടായാൽ, നിങ്ങൾക്കൊരു നിയോഗം ഉണ്ടായാൽ, നിങ്ങൾക്കൊരു ദൈവാത്മ പ്രേരണ ഉണ്ടായാൽ, ഉള്ളിലൊരു ദൈവിക ഹേമം ഉണ്ടായാൽ ഓർത്തോണം, അതിനകത്ത് രണ്ട് പാർട്ടുണ്ട്. ഒന്ന്
his part and our part. Amen. Hallelujah. നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു ദൗത്യം, അതിനുള്ള നിയോഗം ആത്മാവ് നിങ്ങൾക്ക് നൽകിയെങ്കിൽ ഓർത്തിരിക്കണം, എല്ലാം ദൈവം ഡയറക്റ്റ് ചെയ്യില്ല. ചെയ്യുന്നതെല്ലാം നമ്മളിലൂടെയാണ്. അതിന് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിന് അവൈലബിൾ ആയിരിക്കണം. നമ്മുടെ പ്ലാനും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം കത്തിവെച്ച് മാറ്റണം. ദൈവ ഇഷ്ടം ചെയ്തെങ്കിൽ മാത്രമേ പ്രോമിസ് നമുക്കുണ്ടാവൂ. എബ്രായർ 10:35-36 നിങ്ങൾ കുറിച്ചു വെക്കുക. എബ്രായ ലേഖനം 10:35-36 എന്തെഴുതിയിരിക്കുന്നു? മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അപ്പൊ ഈ ഈ ധൈര്യത്തിന് എന്തുണ്ട്? പ്രതിഫലമുണ്ട് സഹോദരങ്ങളെ. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ എന്ത് വേണം? സഹിഷ്ണുത വേണം, ക്ഷമ വേണം. ഒരു ജീവിത പങ്കാളി കൺസീവ്ഡായി, ഒരു ബോധമുള്ള ഭർത്താവും പറയത്തില്ല, എടി എനിക്ക് പെട്ടെന്ന് കുഞ്ഞിനെ കാണാം. കാരണം ദൈവം അത് മെച്യൂർ ആകാനായിട്ട് വെച്ചിരിക്കുന്ന കാലഘട്ടമുണ്ട്, കാലാവധിയുണ്ട്. അല്ലാത്തത് പിറന്നാലോ പ്രീമച്യൂറായി പോകും. നിങ്ങൾ ഒരിക്കലും ഒരു പ്രീമച്യൂർ ആൻസർ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ദർശനം കിട്ടിയാൽ അതിനായി ദൈവസന്നിധിയിൽ ഒരുങ്ങാനുള്ള സമയമാണ് പ്രാർത്ഥനയുടെ കാലഘട്ടം. ആ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് കിട്ടുന്ന നിയോഗങ്ങളും കാഴ്ചപ്പാടുകളും വ്യക്തമായ നിർദ്ദേശങ്ങളും എപ്പോൾ തുടങ്ങണം, എപ്പോൾ പോകണം, എങ്ങനെ തുടങ്ങണം, ഏതു വിധത്തിൽ തുടങ്ങണം, ദൈവം അതിനൊരു സിസ്റ്റം പറയും. ദൈവം അതിനൊരു ഓർഡർ തരും. ദൈവം അതിനൊരു ഡിസിപ്ലിൻ തരും. അതിനൊരു മെത്തേഡ് തരും. അതിനൊരു പ്ലാൻ തരും. ചുമ്മാതല്ലേ സഹോദരങ്ങളെ, എല്ലാത്തിനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിയോഗപ്രകാരം പ്ലാൻ ചെയ്യും. ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ വ്യക്തമായ പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എല്ലാത്തിനും ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഓഫീസിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കരിയറിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. എല്ലാത്തിനും ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കണം. ആദ്യം നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട സമയം ജീവിത പങ്കാളിക്ക് കൊടുക്കണം. അന്നേരം ഫോണും മാന്തിക്കൊണ്ടിരിക്കരുത്. പരസ്പരം അല്പസമയം ഒരു കോഫി എടുത്ത് ഒരുമിച്ചിരുന്ന് ഇച്ചിരി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കണം. ഒന്ന് റിലാക്സ് ചെയ്ത് പോകണം. എപ്പോഴും നാം ദൈവത്തിൽ സന്തോഷിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങളെ, അനാവശ്യമായ എല്ലാ കാര്യങ്ങളും കേൾക്കാനും കാണാനും അറിയാനും മറുപടി കൊടുക്കാനും ഇൻവോൾവ് ആകാനും പോകരുത്. നിങ്ങൾക്ക് ദൈവം തന്ന കുടുംബം അതെപ്പോഴും സമാധാനവും സന്തോഷവും സ്വസ്ഥതയുള്ളതും പരിശുദ്ധാത്മാവിന് എപ്പോഴും നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾ അവൈലബിളും ആയിരിക്കണം. അപ്പൊ നമുക്കൊരു പാർട്ടുണ്ട്, ദൈവത്തിനൊരു പാർട്ടുണ്ട്. ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്തിരിക്കും. ചില ആളുകൾ പറയാറുണ്ട്, ഓ നമ്മൾ എന്തിനാ ഈ കിടന്നുകൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്? ദൈവം ചെയ്യാനുള്ളതെല്ലാം ദൈവം ചെയ്തോളൂ എന്നേ. എന്റെ ചോദ്യം, സഹോദരാ, ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യുമല്ലോ. അപ്പൊ നിങ്ങൾ പഠിക്കണ്ടല്ലോ, നിങ്ങൾ ജോലിക്ക് പോകണ്ടല്ലോ. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ? പേച്ചക്ക് കിട്ടുന്നുണ്ടോ? എന്തിനാ? അപ്പൊ നിങ്ങൾക്ക് ബോധമുണ്ട്, പണിയെടുത്തില്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, റെന്റ് കൊടുക്കാൻ പറ്റത്തില്ല, യൂട്ടിലിറ്റി ബില്ല് കൊടുക്കാൻ പറ്റത്തില്ല, ഗ്യാസ് അടിക്കാൻ പറ്റത്തില്ല, ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിന്റെ കാര്യത്തിന് ഒരു സിസ്റ്റം ഉണ്ട്. ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഗവൺമെന്റ് എന്ന് പറയുന്നത് ദൈവരാജ്യമാ സഹോദരങ്ങൾ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യാൻ നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ച്, നിങ്ങളുടെ രണ്ട് പാദങ്ങളെ ഞാൻ ഒരു ഉപമയായി സാദൃശ്യപ്പെടുത്തി പറയാം. നിങ്ങളുടെ വലതുകാല് ദൈവ ഇഷ്ടമാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ ഇടതുകാല് അതിന്റെ വാക്തത്വമാണ്. നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്താൽ, ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ,
That God's promise will follow you. സ്തോത്രം. 1000 പ്രവാചകന്മാർ നിങ്ങൾക്കെതിരെ പ്രവചിക്കട്ടെ, 10,000 മന്ത്രവാദികൾ നിങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്യട്ടെ, ലോകം മുഴുവൻ നിങ്ങൾക്ക് പ്രതികൂലമായിക്കോട്ടെ, ഡോണ്ട് വറി, ഡോണ്ട് വറി. എന്തുകൊണ്ട് നിങ്ങൾ വറിയാകരുതെന്ന് പറയുന്നത് നമുക്ക് വായിക്കാം. ദൈവ ഇഷ്ടത്തിനായി നാം ചുവടുവെച്ചാൽ നമ്മുടെ ദൈവം ആദ്യം നമ്മളിൽ നിന്ന് ഈ ഭയമാണ് മാറ്റുന്നത്. മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ ദിവസം പറയാനിടയായി തീർന്നു, നമ്മുടെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. നിങ്ങളുടെ രോഗത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ ശരീരത്തിൽ 10ഓളം സർജറി കഴിഞ്ഞ ശരീരം, ഒറ്റ കിഡ്നിയുണ്ട്, ഓടുന്നൊരു മനുഷ്യനായ. പ്രൈസ് ഗോഡ്. ഒരുപാട് പ്രതിസന്ധികൾ എൻ്റെ ശരീരത്തിലുണ്ട്. പലരുടെ ഡൊണേറ്റഡ് ബ്ലഡാണ് ഈ ശരീരത്തിൽ ഓടുന്നത്. പ്രൈസ് ലോർഡ്. ഞാൻ ഇന്ന് വെളുപ്പിനെ 3:30 കടന്നത്. എന്നിട്ടും രാവിലെ 8 മണിക്ക് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ മിനിമം 4 hours സ്പെൻഡ് ചെയ്യുന്നു. 4 hours നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യണേ, ഞാൻ ദിവസത്തിന് എത്ര മണിക്കൂർ അല്ലാതെ സ്പെൻഡ് ചെയ്യണം? ഇതിൻ്റെ ഇടയ്ക്ക് ഓൺലൈൻ സെമിനാരി റൺ ചെയ്യണം, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ. എനിക്ക് സമയങ്ങളില്ല. 3 മണിക്കൂർ 4 മണിക്കൂറൊന്നും ഉറങ്ങാൻ കിട്ടുന്നില്ല. ഭയങ്കര ക്ഷീണവും തളർച്ചയുണ്ട്. പക്ഷേ ദൈവവചനം സിസ്റ്റമാറ്റിക്കലായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ദാഹം കാണുമ്പോൾ എൻ്റെ മനസ്സ് പറയും, നിനക്ക് നിത്യത മുഴുവൻ വിശ്രമമാണ്. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യുക? ദൈവത്തിന് വേണ്ടി 1 സെക്കൻഡ് പോലും കളയാതെ, എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ആളെ അല്ല. സ്തോത്രം. കാരണം എൻ്റെ ബോസ് ആരാണെന്ന് എനിക്ക് അറിയാം. His treasury never empty. Amen. Amen. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ദൈവത്തിന്റെ ഭാഗവും നമ്മുടെ ഭാഗവും ഉണ്ട്. His part and our part. നിങ്ങൾ ആയുസ് മുഴുവൻ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഒരു ദൈവപ്രവൃത്തി നടക്കില്ല. അപ്പൊ അതിനർത്ഥം പ്രാർത്ഥിക്കണ്ടെന്നൊന്നും അല്ല. പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ മുറിയടച്ചിരുത്തുന്ന ഒരു കാലമുണ്ട്. ക്രോധം കടന്നു പോകോളം മറയിൽ കടന്ന് വാതിലടച്ചിരിക്കാനുള്ള സമയം. അത് ദൈവത്തിന് നിങ്ങളുമായി സംസാരിക്കാനും നമ്മുടെ ജീവിതത്തെ ഒരുക്കി മെരുക്കി ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് നമ്മുടെ ക്ലാവും കരടും കീടവും എല്ലാം നീക്കാനുള്ള സമയമാണ്. വർഷങ്ങളുടെ പഴക്കം കൊണ്ടൊന്നും തെറ്റായ ഒരു കാര്യം ശരിയായി വരില്ല കേട്ടോ. നമ്മൾ തിരുത്താൻ എപ്പോഴും നമ്മൾ തയ്യാറാകണം. കുറവ് സംഭവിച്ചെങ്കിൽ, വീഴ്ച സംഭവിച്ചെങ്കിൽ, അത് നോട്ടത്തിലാകാം, സംസാരത്തിലാകാം, പോക്കിലാകാം, വരവിലാകാം, കൊടുക്കൽ വാങ്ങലാകാം, ഇടപെടലാകാം, സംസർഗത്തിലാകാം, ശുശ്രൂഷയിലാകാം, ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ. കുറവുകൾ സംഭവിക്കുമ്പോൾ ദൈവസന്നിധി വീഴണം. ദാവീദിന് സംഭവിച്ചിട്ടുണ്ട്. ദാവീദ് പറഞ്ഞു, ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നതാണ് എനിക്ക് നല്ലത്. ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നതാണ് എനിക്ക് നല്ലതെന്ന് താൻ പറയാനിടയായി. അപ്പൊ നമ്മൾ ചില വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഭയമാണ് ആദ്യം മാറ്റേണ്ടത്. നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വേഗം ഒന്ന് വായിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ അധ്യായം അതിന്റെ 10-ാം വാക്യം മുതൽ അവിടെ വളരെ വ്യക്തമായി തമ്പുരാൻ പറയുന്നത്, ഭയം ആദ്യം മാറി നമ്മുടെ ഉള്ളിൽ ദൈവഭയമാണ് ആദ്യം വസിക്കേണ്ടത്. ഓക്കെ, സംബടി കൂടി ആലോചിച്ചു കൊള്ളുകയും അത് നിഷ്ഫലമായി തീരും. യെസ്, കാര്യം പറഞ്ഞുറപ്പിൻ, സാധ്യമുണ്ടാകുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട്. യഹോവ ബലമുള്ള കൈകൊണ്ട്. എന്താണ് പറയുന്നത്? ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട്. 11-ാം വാക്യത്തിൽ യഹോവ ബലമുള്ള കൈ കൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്തത്, ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ, വായിച്ചാട്ടെ, നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നതെന്നാൽ, ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ടെന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്.
പിന്നെ ഭ്രമിച്ചു പോകുകയും അരുത്. ഭ്രമിച്ചു പോകുകയും അരുത്. Praise the Lord. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പീൻ. ആ അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഭയവും നമ്മുടെ ഭീതിയും ആരായിരിക്കണം? സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ ദൈവമായ കർത്താവ്. സ്തോത്രം. നമ്മുടെ ഭയവും ഭീതിയും നമ്മുടെ പ്രശ്നങ്ങളല്ല, സുവിശേഷ വിരോധികളല്ല. അയ്യോ, എത്രയോ എന്റെ ശുശ്രൂഷയിൽ എത്രയോ പ്രാവശ്യം എനിക്ക് വധഭീഷണി ഉണ്ടായിട്ടുണ്ട്. നിന്റെ തല വെട്ടുമെന്ന് എത്ര പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ചിരിച്ചോണ്ട് പറയും, വേണ്ടാത്ത തലയാണേ പോട്ടെന്നേ, വേണ്ടാത്ത തലയാണേ പോട്ടെ, എന്താ കാര്യം പറയാൻ. കാലിലെ പൊടിയും തലയിലെ മുടിയും എണ്ണി ഒരു സർവശക്തൻ നമുക്ക് ഉണ്ടെന്നുള്ള ഉറപ്പാ. എന്റെ മൂത്ത സഹോദരൻ, ഏറ്റവും മൂത്ത സഹോദരൻ പലപ്പോഴും എന്നോട് പറയുമായിരുന്നു, 10-24 വർഷം കൊണ്ട് സ്ഥിരം പറയുന്ന കാര്യമായിരുന്നു, മോനെ എപ്പോഴാ എന്റെ ജോലി പോകുന്നതെന്ന് അറിയത്തില്ല, ഒത്തിരി പേരെ പറഞ്ഞു വിട്ടു, ഒത്തിരി പേരെ പറഞ്ഞു വിട്ടു, ഒത്തിരി പേരെ പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അച്ചാച്ച, കർത്താവ് എത്ര നാൾ ആ കമ്പനി നിർത്താൻ ആഗ്രഹിക്കുന്നു അത്രയും കാലം അച്ചാച്ചൻ അവിടെ നിൽക്കും. കാരണം അദ്ദേഹം ജോലിയോടുകൂടി കർത്താവിന്റെ വേല ചെയ്യുമായിരുന്നു. അവസാനം 60 വയസ്സായി റിട്ടയർഡ് ആയിട്ടും കമ്പനിക്കാർ വിടുന്നില്ല. പിന്നെയും 2 വർഷം കൂടെ നിർത്തി. കേട്ടോ ദൈവത്തിന്റെ പൈതലേ, നിന്നെ പിഴുതു കളയുമെന്ന് പിശാചു വാദിച്ചാലും റോമർ 8:28 പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും 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 നന്മയ്ക്കായി കൂടിയായിരിക്കുന്നു. നീ ചെന്നിരിക്കുമ്പോൾ നീ മാത്രമല്ല ചെയറിലുള്ളത്, ആ മുറിക്കകത്ത് നിന്നെ ആക്കിയ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. 1 Corinthians 2:9 പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടാതെ ഉറച്ചു നിൽക്കുക, തന്ന ദർശനത്തിൽ നിൽക്കുക, തന്ന നിയോഗത്തിൽ മുന്നോട്ട് പോകുക, തന്ന കാഴ്ചപ്പാടിൽ നിലനിൽക്കുക, തന്ന നിയോഗത്തിൽ നിലനിൽക്കുക. പ്രൈസ് ഗോഡ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യാനുള്ളത് ചെയ്യണം. അപ്പൊ നമ്മളുടെ ഉള്ളിലെ ഭയം മാറിയിട്ട് ദൈവഭയം നമ്മുടെ ഉള്ളിലേക്ക് വരണം. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. നിങ്ങൾ 4 വാക്യങ്ങൾ വായിക്കണം, ആദ്യം കുറിച്ചെടുക്കുക. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് ആരാണ്? ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് ആരാണ്? 1, രക്ഷിക്കുന്ന വീരനാണ്. രക്ഷിക്കുന്ന വീരനാണ്. സെബന്യ ചാപ്റ്റർ 3:17. 2, അനുസരിക്കുന്നവർ അവന്റെ ആരാണ്? തന്റെ കൺമണികളാണ്. സക്കരിയ 2:8. അനുസരിക്കുന്നവർ തന്റെ കൺമണികളാണ്. 3, അനുസരിക്കുന്നവർക്ക് തമ്പുരാൻ ആരാണ്? അനുസരിക്കുന്നവർക്ക് തമ്പുരാൻ പട്ടാളമാണ്. സക്കരിയ 9:8. പ്രൈസ് ദി ലോർഡ്. ആമേ, സ്തോത്രം. അനുസരിക്കുന്നവർക്ക് തമ്പുരാൻ ആരാണ്? സക്കരിയ 2:5 പറയുന്നു, അവൻ ചുറ്റും തീമതിലാണ്. തീമതിലാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എടുത്തവർക്ക് 4 പേർ ഓരോരുത്തരായിട്ട് വായിക്കുക. ഓക്കെ, പ്രൈസ് ഗോഡ്. 4 പേരായിട്ട് വായിച്ചാട്ടെ. സെബന്യ 3:17 ഒരാൾ വായിക്കണം. സക്കരിയ 2:8 ഒരാൾ വായിക്കണം. സക്കരിയ 2:5 ഒരാൾ വായിക്കണം. സക്കരിയ 9:8 ഒരാൾ വായിക്കണം. നിങ്ങളത് കുറിച്ചു വെക്കുകയും ഇതെല്ലാം കാണാതെ പഠിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മുന്നിൽ ആമേൻ ഒരാത്മാവിനെ കിട്ടുമ്പോൾ അവരെ ഉറപ്പിച്ച് കർത്താവിൽ ധൈര്യപ്പെടുത്താൻ കഴിയുകയുള്ളൂ. എന്ന് നമുക്ക് മീൻ കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. മീൻ പിടിച്ചു പഠിപ്പിക്കണം. പ്രൈസ് ഗോഡ്. ഓൾവേസ് എൻകറേജിങ്, സ്പൂൺ ഫീഡിങ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ. പ്രൈസ് ഗോഡ്. എന്നും ശിശുക്കളായിരിക്കാൻ പറ്റില്ല. തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ, 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ആമേൻ, നിർമ്മതരും, ആമേൻ, എന്താണ് എങ്ങനെ വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായും തീരണം. വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, സഹിഷ്ണുതയിൽ. ഒന്ന് പറഞ്ഞാട്ടെ എല്ലാരും,
3 കാര്യത്തിൽ ആരോഗ്യം പ്രാപിക്കണം. ഒന്ന്, വിശ്വാസത്തിൽ യെസ്, ബി സ്ട്രോങ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിലും, പിന്നെ സ്നേഹത്തിൽ, ഐ മീൻ സ്ട്രോങ് ഇൻ ലവ് ഓഫ് ഗാഡ്, പിന്നെ സഹിഷ്ണുത, പേഷ്യന്റ്. വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, സഹിഷ്ണുതയിൽ. യെസ്, വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണം. വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു ഗുണം എന്താണെന്നറിയാമോ? ചർച്ചില് ഒരു വഴക്കുണ്ടാകാനായിട്ട് പിശാച് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ ആരെയൊക്കെ ഉപയോഗിക്കുമെന്ന പ്രശ്നം കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, പടക്കശാലയിൽ പന്തം ഒന്നും എറിയണ്ട, ഒരു തീപ്പൊരി വീണാ മതി എന്നേ. ഒരു തീപ്പൊരി വീണാ മതി പടക്കശാലയിൽ, അന്നേരം എക്സ്പ്ലോഷൻ ഉണ്ടാകും. വലിയ പന്തമൊന്നും വലിച്ചെറിയണ്ട. നിങ്ങൾ അസ്ഥാനത്ത് നോക്കുന്ന ഒരു നോട്ടം മതി, അല്ലെങ്കിൽ അസ്ഥാനത്ത് പറയുന്ന ഒരു വാക്ക് മതി, അല്ലെങ്കിൽ നിങ്ങൾ അല്പം സമയം നീണ്ടുപോയി, അല്ലെ ഒന്ന് താമസിച്ചു എന്ന്. ഈ കുറ്റം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എവിടെയും കുറ്റമേ കണ്ടുപിടിക്കും. ചില വിശ്വാസികൾ പറയും, ഓ പാസ്റ്റർ ഇപ്പൊ എങ്ങും പോകുന്നില്ല കേട്ടോ, ചുമ്മാ ഇരുന്ന് തിന്നുക. അപ്പൊ വീട് വിസിറ്റിങ്ങിന് ആളുകൾ ചെന്നാൽ ദൈവദാസന്മാരെ കുറിച്ച് എന്താ പറയും? ചുമ്മാ കയറി ഇറങ്ങി നടക്കുക, പണിയൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായി? വിസിറ്റ് ചെയ്യാതിരുന്നാലോ ഓ തിരിഞ്ഞു പോലും നോക്കത്തില്ല. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ഇന്നാരും കണ്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നത് എന്താണെന്നറിയും? മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്ന നിങ്ങൾ മനുഷ്യർക്ക് ചെയ്യും. അപ്പൊ വന്ന് കാണാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ചെന്ന് കണ്ടൂടെ? പഠനത്തിൽ നിങ്ങൾ ആധികാരികമായി മനസ്സിലാക്കുകയും, അബ്രഹാം 99-ാം വയസ്സിൽ അതിഥികൾ വരുന്നത് കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് നിലം വരെ കുനിയുകയും ചെയ്തു. നമുക്കൊന്ന് താഴ്ന്നു നിന്നാൽ ദോഷമൊന്നും വരത്തില്ല, നമ്മളൊന്ന് ഇറങ്ങിച്ചെന്നാൽ ദോഷമൊന്നും വരത്തില്ല. ഒരിക്കലും നിങ്ങളുടെ പ്രൊഫഷൻ വെച്ച് GM അല്ല, ഇനി CEO ആണേലും ദൈവത്തിന് അതൊന്നും കമ്പനിയിലെ ആളുകൾ വിഷയമല്ല. എല്ലാവരും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. അതുകൊണ്ട് ആരുടെയും പ്രൊഫഷൻ വെച്ച് ആരെയും താഴ്ത്തിക്കെട്ടാനോ അധികം പ്രശംസിക്കാനോ പോകരുത്. സ്തോത്രം. വി ഓൾ ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒരു പിതാവിന്റെ മക്കളും ഒരു രക്തത്തിനാൽ വീണ്ടെടുക്കപ്പെട്ടവരുമായ ദൈവഭവനത്തിലെ മക്കളാണ്. സ്തോത്രം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, വിശ്വാസത്തിൽ ആരോഗ്യം വേണം, സ്നേഹത്തിൽ ആരോഗ്യം വേണം. അപ്പൊ ഒരാളിൽ ഒരു മിസ്റ്റേക്ക് കണ്ടു, അടുത്ത ആള് മെസ്സേജ് കൊടുക്കുക, അതെ ഇന്ന് സഹായത്തിൽ നിങ്ങൾ കേട്ടോ, കാര്യം കേട്ടല്ലോ, കേട്ടത്. നിങ്ങൾ അതിനെ അണയ്ക്കണം. ഒരു മെസ്സേജ് കേട്ടാ ഫോർവേഡ് ചെയ്യരുത്, വേഗത്തിൽ ചെല്ലണം. ചെന്ന് അവരെ കണ്ടിട്ട് പറയണം, സൗരാ ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്, ദൈവത്തിന്റെ സഭയാണ്. ഇത് ഒരാൾക്ക് പ്രയാസം വന്നാൽ നമുക്ക് എല്ലാവർക്കും പ്രയാസമാകും. നമുക്കിടിവിൽ നിൽക്കാം. ഇതധികം പരക്കരുത്, ദുർവർത്തമാനം പരത്തരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ഞാൻ പറയുന്ന ഓരോ നിസ്സാര വാക്കിന് ന്യായവിധിവസ്ഥയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. വാക്ക് പെരുകിയാൽ പാപമില്ലാതെ വരികയില്ല. നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് താങ്ങേണ്ടതിന് കർത്താവ് നിങ്ങൾക്ക് നാവ് തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇതാണ് സ്നേഹത്തിൽ ആരോഗ്യമുള്ളവൻ പ്രശ്നം തണുപ്പിക്കും. സ്നേഹത്തിൽ ആരോഗ്യമില്ലവരെങ്കിൽ എന്ത് ചെയ്യും? മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവ് എന്ന് പറഞ്ഞ മാതിരി ആളാകാൻ ശ്രമിക്കും. അതുകൊണ്ട് ദൈവരാജ്യം മനുഷ്യരുടെ ഇടയിൽ അടച്ചു കളയുന്നവരായി തീരും. അവരുടെ നാമനിമിത്തം ജാതികളുടെ ഇടയിൽ എന്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്നുള്ള വാക്കുകൾ, വചനങ്ങളൊക്കെ നിവൃത്തിയായി തീരാനിടയായി തീരും. ഞാൻ ഭയത്തോടെ ഓർപ്പിക്കട്ടെ, ദർശനത്തിന് വില കൊടുക്കുന്നവരും ദൈവത്തെ അനുസരിക്കുന്നവർക്കും തമ്പുരാൻ രക്ഷിക്കുന്ന വീരൻ. 4 പേരും എടുത്തല്ലോ, ഞാൻ വിട്ടുപോയില്ല, നിങ്ങൾക്ക് വായിക്കാം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. നോക്കുക, സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. രക്ഷിക്കുന്ന വീരൻ ആര്? ദൈവം. ആർക്ക് വേണ്ടി? അനുസരിക്കുന്നവർക്ക് വേണ്ടി. ആരുടെ ഇടയിൽ? തമ്പുരാന്റെ മധ്യേ, തന്റെ ജനത്തിന്റെ മധ്യേ. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞ എന്താണ്? wherever 2 or 3 gathering in my name, there am I in the midst of them. ആമേൻ. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനം പങ്കുവയ്പ്പാൻ കർത്താവ് എന്നെ യോഗ്യനാക്കി മാറ്റി. ഇത് കേൾക്കാൻ നിങ്ങളെ യോഗ്യരാക്കി മാറ്റി. നമുക്കൊന്നിച്ചനുസരിപ്പാൻ ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുക.
Praise God. ഈ ദൈവത്തിന്റെ മുമ്പിൽ പണ്ഡിതന്മാരാരും ഇല്ല കേട്ടോ. ഞാൻ 40 വർഷമായിട്ട് ദൈവനം പ്രസംഗിക്കുന്ന ആളാണ്. ഇപ്പോഴും പഠിക്കുക. എല്ലാവരും സ്കോളേഴ്സ് അല്ല സഹോദരങ്ങളെ, എല്ലാവരും സ്കൂളേഴ്സാണ്, പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് നമ്മൾ ഒരിക്കലും നമുക്കൊന്ന് അഹങ്കരിക്കാനോ നിഗളിക്കാനോ സ്വയപ്രശംസയ്ക്കോ സ്വയം പുകഴ്ചയ്ക്കോ ഒന്നും നിങ്ങൾ ഇടപെടാതെ, ഓക്കെ, നമ്മൾ ഒരിക്കലും പന്നിയെ പോലെ ആകരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ആകാശം കാണാത്ത ഒരു ജീവിയാണ് പന്നി. എപ്പോഴാ ഇത് കാണുന്നതെന്ന് അറിയാമോ? ഇതിന്റെ തല കണ്ടിക്കാൻ നേരം മാത്രം കാണും. ഭൂമിയിലുള്ള കാര്യം മാത്രമാണ് പന്നിയുടെ. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് പന്നികളുടെ മുമ്പിൽ മുത്തിടരുതെന്ന്. പറഞ്ഞ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ആത്മീയ താല്പര്യം ഇല്ലാത്തവന്റെ മുമ്പിൽ വചനം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് പ്രയോജനമില്ല. അവരിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് നിങ്ങൾ സമയമെടുത്ത് പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും അതിനായി ജാഗരിക്കുകയും ചെയ്യണം. ഇവിടെ ഇതാ പറയുന്നു, ഞാൻ രക്ഷിക്കുന്ന വീരൻ എന്ന് പറഞ്ഞാൽ നോ റെമഡി എന്ന് പറയുന്നിടത്ത് തമ്പുരാൻ പറയുക, ഞാൻ നിനക്കൊരു ബോണ്ടേജ് ബ്രേക്കറെ അവിടെ ഒരുക്കിയിട്ടുണ്ട്, ഞാൻ നിനക്ക് അവിടെ ഒരു സമാധാനപുത്രനെ ഒരുക്കിയിട്ടുണ്ട്, ഞാൻ നിനക്ക് മുമ്പായി ഞാൻ ദൂതനെ അവിടെ അയച്ചിട്ടുണ്ട്. രാത്രി നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ കൂടുതൽ ധൈര്യപ്പെടുവാനും ശക്തിപ്പെടുവാനും ആത്മജീവൻ പ്രാപിപ്പാനും കർത്താവ് ഇടയാക്കും എന്ന് ഞാൻ അറിയുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. ഇരുവായത്തിലുള്ള ഏതൊരു വാളിനേക്കാളും അത് വളരെ മൂർച്ചയുള്ളതാണ്. സ്തോത്രം. നമ്മുടെ വയറിന്റെ കേടുപാട് അറിയാൻ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്താൽ പറ്റും. കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ CT ചെയ്താൽ പറ്റും. കുറച്ചുകൂടെ നെർവ് സിസ്റ്റത്തിന്റെ വിഷയങ്ങൾ അറിയണമെങ്കിൽ അത് MRI ചെയ്താൽ മതി. പിന്നെ നമുക്ക് പല സ്കാനുകളൊക്കെ ഉണ്ട്. ഓരോ സെക്ഷനും ഒരുപാട് ടൈപ്പ് സ്കാനിങ് ഉണ്ട്. പക്ഷേ ചെയ്ത തെറ്റുകളുടെ ക്രിമിനൽ ഇഷ്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നാർക്കോ ചെയ്താൽ പറ്റും. പക്ഷെ നിനവറിയാൻ ആർക്കെങ്കിലും പറ്റുമോ? ചിന്തകളെ അറിയാൻ പറ്റുമോ? ഭാവങ്ങളെ അറിയാൻ പറ്റുമോ? പക്ഷേ ഈ ലേസറിന്റെ ഒരു പ്രത്യേകതയുണ്ട്, മൊത്തം വിവേചിക്കും. മൊത്തം വിവേചിക്കും. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും മുഴുവൻ തുളച്ചു ചെല്ലുന്നതാണ് ദൈവവചനം. എന്തിനാണ് നമ്മളോട് ദൈവത്തിന്റെ വചനം? സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് അന്ത്യകാലമാണ്. അവർ നിങ്ങളെ വാണിഭമാക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ട്. പൗലോസ് പറയുന്നു, ആ കാലത്തെ വേലക്കാർ, കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ഇതെല്ലാം ഈ ലോകത്തിൽ അന്നേ ഉണ്ട്. നിങ്ങളുടെ ജീവിതം യേശുമായി കണക്ട് ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ അപകടമാണ്. മനുഷ്യരിലേക്കല്ല നിങ്ങളുടെ ഹൃദയം നീങ്ങേണ്ടത്, ദൈവത്തിലേക്കാണ്. വാക്ക് വിത്ത് ജീസസ്, ടോക്ക് വിത്ത് ജീസസ്. ആമേ. കർത്താവിനോട് കൂടെ നടക്കുക, കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുക. ഇതാണ് ക്രിസ്തീയ ജീവിതം. രക്ഷിക്കുന്ന വീരനായി നിങ്ങളുടെ നടുവേയിരിക്കും. രണ്ടാമത്തെ സക്രിയ 2:8 എടുത്ത ഒരാളിന് വായിക്കാം. എന്താ എഴുതിയിരിക്കുന്നത്? നാം ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എന്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. അത് 9:8 വായിച്ചത് കേട്ടോ. പ്രൈസ് ലോർഡ്. താങ്ക് യു. അവിടെ നമ്മൾ വായിച്ചത് എന്താണ്? ആരും എൻട്രി ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ അതിന് ചുറ്റും എന്താണ്? പാളയമിറങ്ങി. എന്തായിരിക്കും? ഞാൻ അതിന് ചുറ്റും പട്ടാളമായിരിക്കും. സൗരങ്ങളെ, ഞാൻ ഇന്ന് രാവിലത്തെ സെഷനിൽ പറഞ്ഞു, കഠാരയുമായിട്ട് ഒരാൾ കുത്താൻ വന്നപ്പോൾ സ്തോത്രം, കർത്താവേ എന്നൊരു വിളി മാത്രമേ വിളിച്ചുള്ളൂ. എന്നെ സുവിശേഷ വിരോധികൾ അടിച്ചിട്ടുണ്ട്, എന്റെ വൈഫിനെ അടിച്ചിട്ടുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. പക്ഷെ അതെല്ലാം നിത്യതയിൽ കർത്താവ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കിരീടത്തിൽ ചേർത്ത് വരുന്ന മുത്തുമണികളും കൂടെ ആണെന്ന് ഓർത്തുകൊള്ളണം. നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്ന് സഹിച്ചിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി ഉപദ്രവം സഹിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? തെറിവല്ലം കേട്ടിട്ടുണ്ടോ? അപമാനമല്ലോ സഹിച്ചിട്ടുണ്ടോ? നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? ദുഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഭാഗ്യമാ. കാരണം ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുവാനായി ഭാഗ്യം കിട്ടുന്ന വലിയൊരു പദവിയാണ്. ജീവിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവിക്കുന്ന രക്തസാക്ഷികൾ ഇന്ന് ലോകത്തിലുണ്ട്. നമ്മൾ അവരെ പലരെയും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ തമ്പുരാൻ പറയുകയാണ്, ഞാൻ എന്റെ പൈതലിന് പട്ടാളമാണ്. ഹലോ, കൊല്ലും തിന്നും വെട്ടും
നിർത്തത്തില്ല, പറപ്പിച്ചു കളയുന്നൊക്കെ വാദിക്കുന്ന വെല്ലുവിളിക്കുന്നവരുടെ നടുവിൽ കർത്താവിന്റെ പേരിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാ നിങ്ങളോട് പറയുന്നു, അതെ, അവിടുന്ന് രക്ഷിക്കുന്ന വീരനായി കുഞ്ഞെ നിന്റെ യോഗത്തിലുണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ, അവൻ നിനക്ക് ചുറ്റും പട്ടാളമായിരിക്കും. ആമേൻ. സക്കറിയ 2:8 പറയുന്നത് ഇങ്ങനെയാണ്. അടുത്ത ആള് വായിച്ചാട്ടെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങളോട് കവർച്ച ചെയ്ത ജാതിയുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. അടുത്തത്, നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. യു ആർ ദി ആപ്പിൾ ഓഫ് മൈ ഐ. ഹലോ, കേൾക്കുന്നോ? വിവരം അറിയും. എനിക്ക് ഈ ഓൺലൈനിൽ കൂടെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ പ്രയാസമുണ്ട്. എനിക്കെതിരെ ഞങ്ങള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കൺവെൻഷൻ പ്രസംഗിച്ചു. ഞാൻ ആ സ്ഥലത്ത് ഞാൻ എവിടെ യോഗത്തിന് എന്ന് വെച്ചിട്ട് നേരത്തെ ഇല്ല, സംഘാടകർക്ക് ആദ്യം ഇച്ചിരി മാറാൻ വേണ്ടിയാ കേട്ടോ. സ്തോത്രം. അപ്പൊ ഞാൻ സാധാരണ വിശ്വാസികളുടെ ഇടയിൽ പോയി അങ്ങിരിക്കും, അവർക്കൊരു സന്തോഷം. പ്രസംഗിക്കാൻ നേരെ അങ്ങോട്ടൊക്കെ കയറത്തുള്ളൂ. സ്തോത്രം. സൗരങ്ങളെ, ഈ കർത്താവിന് ഈ പ്രത്യേക വേഷഭൂഷാദികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ നമ്മൾ ചിന്തിക്കും ഈ പല കാര്യങ്ങളും വ്യത്യസ്തമായെങ്കിൽ നമ്മൾ വ്യത്യസ്തനാകുന്ന, നമ്മുടെ സ്വഭാവമാണ് വ്യത്യസ്തമാകുന്നത്. നമ്മുടെ നാക്കിൽ നിന്ന് വരുന്നതും നമ്മുടെ കണ്ണിൽ നിന്ന് വായുന്നതും നമ്മുടെ കാതിൽ കേൾക്കുന്നതും നമ്മുടെ ഹൃദയത്തിൽ, ഇതൊക്കെയാ കർത്താവിന് വിഷയം. നമ്മുടെ ഔട്ട്വേർഡ് എക്സ്പ്രഷൻസ് അല്ല ഇമ്പോർട്ടന്റ്. പ്രൈസ് ലോർഡ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ വളരെ ഒന്ന് തിരിച്ചറിയണം. സ്തോത്രം. കാക്കനാട് ഞാൻ ആ ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, പുറകിൽ പോയി 1 മണിക്കൂർ മുഴങ്കാലിൽ നിന്നുള്ള. ഞാൻ ആ ചരലെ പോയി മുട്ടയിൽ 1 മണിക്കൂർ. എനിക്ക് മനസ്സിലായി എന്തോ വിഷയം കാണും. അന്ന് ശിവരാത്രി ആയിരുന്നു, എനിക്കറിയില്ലായിരുന്നു. പ്രാർത്ഥിച്ചുണർന്ന് കഴിഞ്ഞപ്പോഴാണ് ധാരാളം ദീപങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ കോർഡിനേറ്റ് ചെയ്തതിൽ ഇച്ചിരി മിസ്റ്റേക്ക് വന്നു. ക്ഷേത്രത്തിന് സമീപമായിരുന്നു ആ സ്കൂള്. അവര് വിചാരിച്ചു കാണാൻ, ന്യായമായി വിചാരിക്കാൻ സാധ്യതയുണ്ട്, ആ ശിവരാത്രിയുടെ അന്നാണോ ഇവൻ കൺവെൻഷൻ വെക്കുന്നത്. എന്തോ അവധി ദിവസം മനസ്സിലാക്കിയിട്ട് ദൈവമക്കൾ അങ്ങനെ വെച്ചു. യോഗം ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. പക്ഷെ യോഗം കഴിഞ്ഞപ്പോൾ കൂട്ടയടി നടന്നു. സ്തോത്രം. ട്യൂബ്ലൈറ്റ് വെച്ച് എന്റെ തലമണ്ടയ്ക്ക് അടിച്ചു. സ്തോത്രം. അത് പകുതി പീസ് കൊണ്ട് എന്റെ പള്ളയ്ക്ക് കുത്തുമ്പോൾ ദൈവനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ത്വരപ്പനെറിയും നരിച്ചീർണയും ദൈവം ഉപയോഗിക്കുന്നു. എന്നെ കുത്താൻ വന്നപ്പോൾ ഞാൻ ചരിഞ്ഞത് ഒരു വലിയ വങ്കിനകത്തോട്ടാ. ഞാനങ്ങ് വീണുപോയി. അവർ വിചാരിച്ച് എന്റെ പള്ളയെ കൊണ്ടെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. ദേഹത്ത് കുപ്പിച്ചിലൊക്കെ തെറിച്ച് ഇച്ചിരിയൊക്കെ മുറിഞ്ഞു. ബാക്കി സൗരന്മാർക്കൊക്കെ തല്ലുകൊണ്ട്. പക്ഷേ ഇന്നേക്കൊരു 8 മാസത്തിന് മുമ്പ് ഞാനിവിടെ റെന്റിന് താമസിക്കുന്ന ഈ വീടിന്റെ റിനോവേഷന് വന്ന ടീം അംഗങ്ങളിൽ ഒരാൾ പറഞ്ഞു, എവിടാ വർക്കെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഷൈപ്പാസ് താമസിക്കാൻ എടുത്തിരിക്കുന്ന ആ സ്ഥലത്താണ് എന്ന് പറയുമ്പോൾ, അറിയാമോ എന്ന് ചോദിച്ചു പറയാണ്, 20 വർഷത്തിന് മുമ്പ് ആ ദൈവദാസൻ ഈ ദേശത്ത് വന്ന് പ്രസംഗിച്ചപ്പോൾ സുവിശേഷ വിരോധികൾ തല്ലി. അവര് 4 പേരായിരുന്നു. 2 പേര് വണ്ടി ഇടിച്ചു മരിച്ചു. ഒരാള് ഭ്രാന്തനായി പോയി. ഒരാള് ആക്സിഡന്റിൽ പെട്ടിട്ട് വർഷങ്ങളായി കിടപ്പിൽ കിടന്ന് മരിച്ചുപോയി. എനിക്ക് വളരെ സങ്കടം തോന്നി. സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ദോഷം ചെയ്യുന്നവർക്കെതിരെ നമ്മളൊന്നും ദോഷം ചെയ്യരുത്. അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വചനം അതാണ്. നമ്മുടെ ആത്തരം കൊണ്ട് നിങ്ങളുടെ മക്കളെ ശപിക്കരുത്. നിങ്ങളുടെ ഭർത്താവിനെ, അയ്യോ ഇങ്ങേരുടെ സ്ഥാനത്ത് വേറൊരാളെ ആയിരുന്നു എനിക്ക് ദൈവം ഒരുക്കേണ്ടതെന്ന് ഒരിക്കലും പറയരുത്. കാരണം ആ കല്ലേൽ അലക്കിയെങ്കിൽ സഹോദരി നിന്റെ തുണി വെളുക്കത്തുള്ളൂ. സ്തോത്രം. ഈ കല്ലേൽ അലക്കിയെങ്കിൽ മാത്രമേ സഹോദര നിന്റെ തുണി വെളുക്കത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ ഒരിക്കലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പിശാചിന് ഒരു മുള പൊട്ടാൻ അനുവാദം കൊടുക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും കേഴ്സ്, നിങ്ങളുടെ ബിലീവേഴ്സിനെ, നിങ്ങളുടെ ദൈവദാസന്മാരെ, നിങ്ങളുടെ കൂട്ടുവിശ്വാസികൾ, നിങ്ങൾ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. വചനം പറയുന്നു, നിങ്ങളെ തൊട്ടോ എൻ്റെ കൺമണിയെ തൊടും. ഞാനൊരു സ്ഥലത്ത് ഓഫീസ് നടത്തുമ്പോൾ നിരന്തരം വന്ന് ശല്യം ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ടവരുണ്ട്. ഞാനൊന്നും പ്രതികരിച്ചില്ല. സാറിന് ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിക്കലിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ഇച്ചിരി പ്രയാസമുള്ള കാര്യം, എനിക്ക് ഉള്ളതിനൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. 3 വീക്സ് കഴിഞ്ഞപ്പോൾ ആ പാവപ്പെട്ടവനാക്കും അറ്റാക്കൊന്ന് മരിച്ചു. ഒരുപാട് മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ
ദൈവമക്കളെ, നമുക്കതൊക്കെ പ്രയാസമുണ്ട്. കാരണം നമ്മൾ അവരാരും നശിച്ചു പോകാൻ പ്രാർത്ഥിക്കരുത്. ഒരു ദേശത്ത് കർത്താവിന്റെ വേലയ്ക്ക് ഒരാൾ തടസ്സമായി നിന്നാൽ, ദൈവത്തിന്റെ പണിക്കെതിരെ ഒരാൾ നിന്നാൽ, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ദൈവത്തോട് യുദ്ധം ചെയ്യരുത് എന്ന് വചനം പറയും. കാരണം നിങ്ങളെ തൊടുന്നവൻ തന്റെ കൃഷ്ണമണിയെ തൊടും. സ്തോത്രം. ഇത് മനുഷ്യന്റെ ശബ്ദമൊന്നുമല്ല, ദൈവത്തിന്റെ ശബ്ദം എന്ന് ഹേരോദാവ് പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അട്ടിച്ചു. സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞ് കൃമിക്കിരയാകത്തുള്ളൂ. ആ ഇൻസ്റ്റന്റ്ലി ഹൈലി ഇൻഫെക്റ്റഡ് ആയി ആ നിമിഷം തന്നെ ഹോൾ ബോഡി മുഴുവൻ പുഴുക്കളായി തീർന്നു. എന്താണ് നിങ്ങളെ തൊടുന്നവൻ തന്റെ കൺമണിയെ തൊടുന്നു എന്നുള്ളതാണ്. നമ്മൾ സക്കരിയ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ കൂടെ വായിക്കുമ്പോൾ എന്തെഴുതിയിരിക്കുന്നു? അവൻ അതിന് ചുറ്റും എന്തായിരിക്കും? തീമതിലായിരിക്കും. അതെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാനായി ആഗ്രഹിക്കുകയാണ്. നാം എടുത്ത ഭാഗത്തിൽ നിന്ന് കാര്യമായി ചിന്തിപ്പാനായിട്ട് ഇന്ന് കഴിഞ്ഞില്ല. കാരണം ദർശനത്തിന് വില കൊടുക്കുക എന്നുള്ള നെഹമ്യാവിന്റെ കാഴ്ചപ്പാടിനെ ആസ്പദമാക്കി നാം മറ്റൊരു നിലയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സന്ദേശം നമ്മളെ കൊണ്ടുപോകാൻ ഒരുക്കിയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, നെഹമ്യാവ് നമ്മൾ കാണുന്ന 4-ാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ നമ്മൾ താഴ്ത്തു വായിക്കുമ്പോൾ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? നെഹമ്യാവിന്റെ സമർപ്പണത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. എന്താ നെഹമ്യാവിന്റെ സമർപ്പണം? നിങ്ങൾ നോക്കുക 23-ാം വാക്യം. ഞാനും എൻ്റെ ബാല്യക്കാരും എൻ്റെ സഹോദരന്മാരോ എൻ്റെ ബാല്യക്കാരോ എൻ്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. നോക്കി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഏകാഗ്രതയോടും കഠിന പരിശ്രമത്തോടും തീവ്രമായ ശ്രമത്തോടും കൂടെ മതില് പണിയിൽ അവർ വ്യാപൃതരായി എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, താൻ പറഞ്ഞൊരു കാര്യം 19-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, വേല വലിയതും താനെ ശേഷം ജനത്തോടും പുരോഹിതന്മാരോടും പ്രമാണിമാരോടും താൻ പറയുകയാണ്. എന്താണ് 19-ാം വാക്യം? ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയതും, കുറിക്കണം അവിടെ, നിങ്ങളെ അണ്ടർലൈൻ ചെയ്യണം, വേല വലിയതും വിശാലമായതും ആകുന്നു. നാം മതിലിന്മേൽ ചിതറി തമ്മിൽ അകന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അപകടം അതല്ലേ? ഞാൻ പ്രസ്ഥാനങ്ങളുടെ പേര് പറയുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ കണക്കൂട്ടിക്കും. ഒരു പ്രസ്ഥാനത്തിന് ഇഷ്ടമല്ല. ഒരു ദൈവദാസൻ വേല ചെയ്താൽ 10 ആത്മാക്കളായാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രവാചകനെ യോഗത്തിന് പോലും വിളിക്കാൻ പറ്റാത്തൊരു കാലം. വിളിച്ചാൽ ആ ദൈവദാസന്മാരുടെ കുറ്റം പറഞ്ഞ്, വിശ്വാസികളുടെ കുറ്റം പറഞ്ഞ്, അവിടെ പുള്ളിക്ക് ഒരു ചർച്ച വേറെ ആൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അതാണ് ശ്രമം. എത്ര അപകടകരമാണല്ലേ, എത്ര വേദനാജനകമാണല്ലേ. ഒരു പ്രസ്ഥാനത്തിന്റെ ലീഡർ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ നേതാവിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നില്ല. ഓരോരുത്തരും പറയുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനമാണ് വലുത്, ഞങ്ങളുടെ പ്രസ്ഥാനമാണ് നല്ലത്. ഞാൻ ദൈവവചനം പഠിക്കുന്ന വേദവിദ്യാർത്ഥികളെ നിങ്ങളോട് വളരെ ഹമ്പിളായിട്ടൊരു കാര്യം പറയാം. മുതുകത്ത് മഴയില്ലാത്ത ഒരു ഒട്ടകത്തിനെ എനിക്ക് കാണിച്ചു തരാമോ? അപ്പൊ എല്ലാ ഒട്ടകത്തിന്റെ മുതുകത്ത് മഴയുണ്ട്. ഒരു സംഘടനയുമായിട്ടും ദൈവത്തിന് ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സൊസൈറ്റി ആക്ട് ആയാലും ട്രസ്റ്റിന്റെ ആക്ട് ആയാലും ഏതാണേലും രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു സബ് രജിസ്ട്രാർ ഓഫീസറുണ്ട്. അവര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവരും വല്ലതും ആണോ? നിങ്ങളുടെ കൃപയെല്ലാം പോയോ? അവര് സീൽ ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കുന്നതായതല്ലേ. അപ്പോൾ സംഘടനകളെ അല്ല ഉയർത്തേണ്ടത്, ക്രിസ്തുവിനെ ഉയർത്തേണ്ടത്. സംഘടന ഉയർത്തിയാൽ കർത്താവിലേക്ക് വരുമെന്നല്ല തിരുവെഴുത്ത് പറയുന്നത്. ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെ എങ്കിലേക്ക് ആകർഷിക്കാം. പൗലോസ് പറയുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു.
വിളക്കുടി മത്തായിച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ വൃദ്ധനായി മരിച്ചു. ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ ഇന്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ സ്തോത്രം, അദ്ദേഹം എന്നോട് പല ആത്മീയ മർമ്മങ്ങളും പറഞ്ഞു തന്ന കൂട്ടത്തിൽ ആ ദൈവ മനുഷ്യൻ പറഞ്ഞ ചില അതിമഹത്തായ കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിമഹത്തായ കാര്യങ്ങൾ. ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത ബുക്കായത് കേട്ടോ. 93 ബുക്കായത്. ഓക്കെ, 92 ബുക്കാണ്. അന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 98 വയസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഒരു ഡാം കാണാനായിട്ട് പുഴുതേരി എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു അദ്ദേഹം പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഒരു നിയോഗം കിട്ടിയാണ് അദ്ദേഹം പോയത് മദ്രാസിൽ. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് ആ ഗാർഡ് റൂമിലുള്ള ആളിനോട് ചോദിച്ചു, എനിക്ക് ഡാം ഒന്ന് പാക്കണം. അപ്പം പറഞ്ഞു, ഒന്ന പേര് എന്നെ, നീ യാര്, നീ ആരാ, നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രസ്ഥാനത്തിന്റെ നെയിം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാണെന്ന് അറിയാമോ, ഞാൻ ജീവിക്കற ആണ്ടവരുടെ ഊഴിയക്കാരൻ, நான் ஜீவிக்கிற ஆண்டவருடைய ஊழியக்காரன். நீ யாரு? நான் ஜீவிக்கிற ஆண்டவருடைய ஊழியக்காரன். அப்படிப்பட்ட ஆளுக்கு பார்க்கற இடம் இல்ல. போ. വീണ്ടും ചോദിച്ചു, നീ യാര്? ഞാൻ ജീവിക്കിற ആണ്ടവരുടെ ഊഴിയക്കാരൻ. വിട്ടു. പക്ഷേ അന്നാ ഗാർഡ് റൂമിന്റെ തൊട്ടിപ്പുറത്ത് ഓഫീസിൽ ഇരുന്ന ഒരു ഓഫീസർ ഇത് കേട്ടു. ഈ അപ്പച്ചൻ പോയി കഴിഞ്ഞപ്പോൾ ഈ ഓഫീസർ ഈ ഗാർഡിലുള്ള ആളിനെ വിളിച്ചിട്ട് ചോദിച്ചു, അവൻ യാര്? ഏതാ ഒരു പൈത്യക്കാരൻ, ഏതോ ഒരു ഭ്രാന്തൻ. നീ എന്നെ കേട്ടാ? യാറ്? നീ യാറ്? നീ ആരാണെന്നാ ചോദിച്ചത്. എന്നെ ചൊന്നാങ്ങേ ജീവിக்கிற ആണ്ടവരുടെ ഊഴിയക്കാരനാ പിടിച്ചത്. ഓടിപ്പോയി, നീ കൂട്ടിട്ട് വാ, നീ പോയി അവനെ വേഗം വിളിച്ചോണ്ട് വാ. ആ ഓഫീസറുടെ മുറി കയറ്റി അപ്പച്ചനെ കഥ വിട്ട് കുത്തിയിട്ടു. അപ്പച്ചൻ പറഞ്ഞറിയാ, എനക്ക് ഡാകുമ്പോ പാക്ക വേണ്ട. അപ്പൊ ഓഫീസർ പറഞ്ഞ്, സത്തം പോടാതെ, മിണ്ടരുത്, നീ യാര്? നീ യാര്? അപ്പോഴും അപ്പച്ചൻ പറഞ്ഞത് പേരൊന്നുമല്ല, ഞാൻ ജീവിக்கிற ആണ്ടവരുടെ ഊഴിയക്കാരൻ. അപ്പോൾ ആ ഓഫീസർ അപ്പച്ചന്റെ മുമ്പിൽ മുട്ടുകുത്തി. മുട്ടുകുത്തിയിട്ട് അപ്പച്ചനോട് പറയുകയാണ്, ഇന്നലെ രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ഒരു ശബ്ദം പോലെ കേട്ടു, നീ ജീവിக்கிற ആണ്ടവരെ ഏറ്റുകൊൾ. നീ ജീവനുള്ള ദൈവത്തെ നീ ഹൃദയത്തിൽ സ്വീകരിക്കാൻ. അപ്പൊ ജീവിக்கிற ആണ്ടവർ യാര്? எனக்கு தெரியாம காலையில இங்க வந்தாங்க. അപ്പോൾ അപ്പച്ചൻ പറയുകയാണ്, പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അവൻ രക്ഷിക്കപ്പെടത്തില്ല. ഞാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ മതി. ആമേൻ. രക്ഷിക്കപ്പെടാനുള്ള കുഞ്ഞ്, രക്ഷിക്കപ്പെടാനുള്ള വ്യക്തി കർത്താവിലേക്ക് വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിന്റെ ദാസനായ അപ്പച്ചൻ പറഞ്ഞത്, മോനെ, വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും പേരല്ല നാം പറയേണ്ടത് ഉയർത്തേണ്ടത് ക്രിസ്തുവിനെയാണ്. അങ്ങനെയുണ്ടെങ്കിൽ ആത്മാക്കൾ ദൈവത്തിലേക്ക് വരും. അത് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. വേല വലിയതും വിശാലവുമാണ് സഹോദരങ്ങളെ. ഒരു ചർച്ചിന്റെ തൊട്ടടുത്ത് അടുത്ത പ്രസ്ഥാനം കൊണ്ടുവയ്ക്കുക. എന്തിനാണ്? നമുക്കറിയാം, നിങ്ങൾക്കറിയാമല്ലോ, ഒരു സ്ഥലത്ത് തന്നെ മേഖലാ കൺവെൻഷന് ലക്ഷങ്ങൾ പൊടിക്കുന്നു. അത് കഴിഞ്ഞ് അതേ സ്ഥലത്ത് തന്നെ സെൻട്രൽ കൺവെൻഷന് ലക്ഷങ്ങൾ പൊടിക്കുന്നു. അതേ സ്ഥലത്തിൽ ലോക്കൽ കൺവെൻഷന്, സോണൽ കൺവെൻഷന് ലക്ഷങ്ങൾ പൊടിക്കുന്നു. ആരാ സുവിശേഷം കേട്ടത്? ഈ പ്രസംഗിക്കുന്നവരല്ല. ആരാ? എല്ലാവരും അവര് തന്നെയാണ്. ഏറിയ ബന്ധം. അവിടെ ഒരു അധ്യക്ഷ പ്രസംഗത്തിൽ ഓരോരുത്തർ കയറുമ്പോൾ
അവിടെ ഇരിക്കുന്ന മുൻനിരയിൽ ഇരിക്കുന്ന 25 പേരുടെ 25 പേരുടെയും പേര് പറയും അല്ലേ? അവരുടെ സ്ഥാനപ്പേര് പറയും. സഹോദരങ്ങളെ, ഇത് ക്രിസ്തുവിന്റെ യോഗമല്ല. ഇത് വ്യക്തികളെ ഉയർത്തുവാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ യോഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോകുന്നു നമ്മുടെ ജനത്തിന്റെ നീക്കങ്ങളും പോകുന്നു. സുവിശേഷ യോഗം എന്ന പേരുണ്ട്. ദൈവവചനം പഠിക്കുന്ന വേദവിദ്യാർത്ഥികളോട് ഞാൻ പറയുകയാണ്, സുവിശേഷ യോഗമാണെങ്കിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അവിടെ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും കമ്മിറ്റി അംഗങ്ങളെയും അതെല്ലാം ഉണ്ടല്ലോ. അവിടെ എല്ലാവരെയും പരസ്പരം അറിയാമല്ലോ നമ്മൾ ആരാണെന്ന്. ഞാൻ ഷാജി മാത്യു ആണെന്ന് നിങ്ങൾക്കറിയാം. അതിനപ്പുറത്തെ ഒന്നും അല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉയർത്തേണ്ടത് ക്രിസ്തുവാണ്, ഉയർത്തപ്പെടേണ്ടത് ആ നാമമാണ്. എന്തുകൊണ്ട് ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നില്ല? കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. ആരുടെ? 12 മണിക്കൂർ നെഹമ്യാവിന്റെ ആൾക്കാർ ജോലി ചെയ്തതായി നമ്മൾ കാണുന്നു. എന്താണ്? നിങ്ങൾ നോക്കുക, 22-ാം വാക്യത്തിൽ പറയുന്നു, ആ കാലത്ത് ഞാൻ ജനത്തോട്, രാത്രിയിൽ നമുക്ക് കാവലിനും ഞാൻ വേല ചെയ്യുന്നതിനും ഉദകത്തക്കണം ഓരോരുത്തരും താന്താന്റെ വേലയുമായി യെരൂശലേമിനകത്ത് പാർക്കണം എന്ന് പറഞ്ഞു. തൊട്ടുമേളിൽ കാണുന്ന എന്താ? 21-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. പാതിപ്പേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്ന വരെ കുന്തം പിടിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ഡ്യൂട്ടി അല്ലെ? നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരന്മാർ 12, 13, 14 മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് ഇതൊക്കെ അയക്കുന്നത്. പക്ഷേ ഒരു പാപി രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ, ഒരു ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നില്ലെങ്കിൽ, സ്തോത്രം, ആ വിയർപ്പ് കൊണ്ട് പ്രയോജനമില്ല സഹോദരൻ. നമ്മുടെ ഹെൽത്തും വെൽത്തും നമ്മുടെ ടൈമും നമ്മുടെ എനർജിയും എല്ലാം അത് പ്രോപ്പർ ചാനലിൽ മാത്രമേ പ്രയോജനപ്പെടാവൂ. ഞാനൊരു പ്രസ്ഥാനത്തിന്റെ എതിരല്ല, ഞാനൊരു പ്രസ്ഥാനത്തിന്റെയും മുഖം എൻ്റെ കഴുത്തിലുമില്ല. ഐ ലവ് എവറി ഓർഗനൈസേഷൻ ആൻഡ് എവറി ലീഡേഴ്സ്. പക്ഷേ പൗലോസ് പറഞ്ഞതുപോലെ സ്വർഗീയ ദർശനത്തിന് നമുക്ക് അനുസരണക്കേട് കാണിക്കാൻ പറ്റില്ല. ആത്മാക്കളെ നേടാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. അല്ലാതെ പുതപ്പിലും പുസ്തകത്തിലും ചർമ്മലിഖിതത്തിലും തുടങ്ങി കപ്പലിൽ അവസാനിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. അപ്പോസ്തലന്മാർ വിട്ടിട്ടിറങ്ങിയവരായിരുന്നു. ഇന്ന് ജനം കിട്ടിയിട്ട് ഇറങ്ങാറുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ടാലും ലഭിച്ച നിയോഗത്തിന് മതിൽ പണിയാൻ പോയ നെഹമ്യാവിനെ പോലെ നമ്മുടെ ലൈഫിനെ കർത്താവിനൊന്നുകൂടെ സറണ്ടർ ചെയ്യാം. നിങ്ങൾ ആരെയും നേടിയില്ലേലും നിങ്ങളും ഞാനും നഷ്ടപ്പെടരുതെന്ന് ദൈവത്തിന് ആദ്യം നിർബന്ധമുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മളും നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം ആരോഗ്യപരമാക്കണം. അതിന് വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും നാം ആരോഗ്യമുള്ളവരായി മാറണം. രാത്രി കർത്താവിനോട് പറയാമോ, കർത്താവേ, എനിക്ക് തിരുത്താൻ ഒത്തിരി ഉണ്ട്, എനിക്ക് മടങ്ങി വരാൻ ഒത്തിരി ഉണ്ട്. കർത്താവ് സഭയോട് പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളത് നിന്നെക്കുറിച്ച് പറയാനുള്ള ഒരു കുറ്റമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവകൃപയിൽ കടന്നു വന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന തീഷ്ണത, എരിവ്, ശുഷ്കാന്തി. ദൈവമക്കളെ, ഈ ഭക്തി എന്ന് പറയുന്ന ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്ന ഒന്നോ ക്രിസ്തു പഠിപ്പിക്കാത്തതോ അല്ല എന്നും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. എൻ്റെ ആത്മീയ ഗുരുവായ ഇ.വി. ജോർജ് സാറ് ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറിന്റെ അപ്പച്ചനെ പാൻഡിറ്റോണ്ട് ചർച്ചിൽ ചെന്നതിന് 10-70 വർഷത്തിന് മുമ്പ് 2-3 മാസത്തേക്ക് സാക്ഷി പറയിപ്പിച്ചില്ല. പാൻഡിറ്റോണ്ട് ചെന്ന് അന്നത്തെ ഭക്തി അതായിരുന്നു. കാരണം അത് വെള്ളക്കാരുടെ വസ്ത്രമാണ്. എന്തിനായിട്ട്? അപ്പച്ചൻ ബാങ്കിൽ അക്കൗണ്ട് എടുത്തതിന് 2 ആഴ്ച കർത്തമേശ കൊടുത്തില്ല. കാരണം സ്വർഗത്തിലാ പൗരത്വം, ഇവിടെ എന്തിന് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി? സ്വർഗത്തിലാ നിക്ഷേപം. റോങ് ടീച്ചിങ്. പണ്ടത്തെ കാലത്ത് പത്രം വായിക്കാൻ പാടില്ല, അത് ലോക വാർത്തയാണ്. റേഡിയോ കേൾക്കാൻ പാടില്ല, അത് ലോക വാർത്തയാണ്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ മുന്നോട്ട് വന്നപ്പോൾ TV വന്ന സമയത്ത് പറഞ്ഞു സാത്താനാണ്. ഇലക്ഷൻ ID കാർഡ് വന്നപ്പോൾ പറഞ്ഞു സാത്താന്റെ മുദ്രയാണ്.
ആധാർ വന്നപ്പോൾ പറഞ്ഞു ആരും ഒന്നും എടുക്കരുത്. എന്താ പ്രശ്നം അറിയാം? അറിവും വെളിവും ഇല്ലാത്ത റോങ് ടീച്ചിങ്ങുകളാണ് ഇതിനെല്ലാം കാരണം. So prayerfully meditate the word of God. നമ്മുടെ സൗരിമാർ ചുരിദാറിട്ടപ്പോൾ ഒരുപാട് പാസ്റ്റേഴ്സ് പണ്ട് പ്രസംഗിച്ചു. ഒരു 30-35 വർഷത്തിന് മുമ്പ്. ഇത് പുരുഷന്മാരുടെ പാൻറ്റും കൂട്ടുമാണ്. എൻ്റെ മോൾക്ക് ബാംഗ്ലൂർ ഒരു അഡ്മിഷൻ പണ്ടെടുത്തപ്പോൾ ജീൻസിനെതിരെ എനിക്കിഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ജീൻസാണ് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അഡ്മിഷൻ വേണ്ട. എന്താണ്? നമ്മുടെ മൂഢമായ തെറ്റായ ചില ചിന്താഗതികൾ. മൂന്നാഴ്ചക്ക് മുമ്പേ ജോർജിയയിൽ പോയപ്പം 2 പാൻറ് വിട്ട് 2 സ്വെറ്റർ വിട്ട് പിന്നെ അതിന്റെ മണ്ടേ ജാക്കറ്റ് വിട്ടുകൊണ്ടാണ്. ചുമ്മാമയൊക്കെ UK കണ്ടു ഇപ്പൊ അകത്തിരിക്കുക അനീച്ചാൻ ഇട്ടുകൊണ്ടിരിക്കുക കണ്ടോ. 4 ദിവസങ്ങളിൽ എനിക്ക് യാത്ര കൊണ്ട് പല സ്ഥലങ്ങളിൽ അവിടെ എല്ലാം ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമുക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങളൊന്നും അടിച്ചേൽപ്പിക്കരുത്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ കീറി ദൈവസന്നിധിയിലേക്ക് വരണം. ബാലിശവും ചാബല്യവുമായ അബദ്ധ പഠിപ്പീരിക്കൽ കേട്ടിട്ട് അടിമുഖത്തിലേക്ക് പോകാതെ യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാൻ, യേശുക്രിസ്തുവിൽ ബലം കായ്ക്കാൻ നമ്മളെ ചെത്താൻ ഏൽപ്പിക്കാം, നമ്മളെ വെടിപ്പാക്കാൻ ഏൽപ്പിക്കാം. കുട്ടക അടുപ്പത്ത് വെച്ച് പുഴുങ്ങുക, അതിന്റെ ക്ലാവറങ്ങട്ടെ എന്ന് യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവേ ക്ലൻസ് മീ ലോർഡ്, എന്നെ ഒന്ന് നന്നായി കഴുകണം, എന്നെ വെടിപ്പാക്കണം. നിങ്ങളുടെ ചർച്ചിൽ നിങ്ങളൊരു ശാപമായോ നിങ്ങളൊരു തലവേദനയായോ ഒരു ഇടർച്ചയായോ മാറരുത്. നിങ്ങൾ ദൈവസനെ ഒരു സ്തോത്രം പറയുമ്പോൾ ആരാധനയുടെ അന്തരീക്ഷം മാറണം. ഡ്രൈ ആയി കിടക്കുന്ന ഒരു കൂട്ടായ്മയാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ അതിനുവേണ്ടി കരയണം. നെഹമ്യാവ് പ്രാർത്ഥിച്ചത് തൻ്റെ ഒരു പേഴ്സണൽ നീഡിനുമല്ല, ദൈവജനത്തിന് വേണ്ടിയാണ് കരഞ്ഞത്. ദൈവജനത്തിന്റെ മതിലിന് വേണ്ടിയാണ് ഇറങ്ങിയത്. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അധർമ്മജനാദി ഹരഗജുനഘടകശസ്യ. ഓ താങ്ക് യു ജീസസ്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് നമുക്ക് ഒരുമിച്ച് അല്പനേരം പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഈ അമ്മേ വചനധ്യാനത്തിന്റെ 8ാമത് രാത്രി, ഈ 16 സെഷൻ, ഞാൻ ഇന്നലെ നിങ്ങൾ ഈ 15 സെഷൻ 14 സെഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ടെസ്റ്റ് മണി കേട്ട് ഞാൻ ഒത്തിരി കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ വചന കേൾവിയാൽ കർത്താവ് വരുത്തുന്ന മാറ്റങ്ങളും നിങ്ങൾക്കെടുക്കാൻ ദൈവസനയിൽ കഴിഞ്ഞ പ്രതിഷ്ഠയും നല്ല തീരുമാനങ്ങളും നല്ല നിങ്ങളുടെ പ്രൊഫഷനിൽ, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒക്കെ നിങ്ങൾക്ക് വരുത്തിയ ഈ ദിവസങ്ങളിൽ ഈ ക്ലിനിക്കിലൂടെ ഈ വർഷത്തിലൂടെ വചനം നിങ്ങളിൽ വരുത്തിയ അതിമഹത്തായ മാറ്റങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം. എന്റെ ശരീരത്തിന് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. എപ്പോഴാ കിടക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അതുപോലെ തളർച്ച. എങ്കിലും ഒന്ന് വളമാകാതെ മറ്റൊന്ന് കിളിർക്കത്തില്ലെന്ന് കർത്താവിനെ മനസ്സിലാക്കി തന്നു. പൗലോസ് പറയുന്നു, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ഏറിയ തീഷ്ണതയോടെ, ഏറിയ എരിവോടെ, ഏറിയ ശുഷ്കാന്തിയോടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് അല്പനേരം ആത്മനിറവിൽ പ്രാർത്ഥിക്കാം.